നമുക്കൊരു 1:30 നിർത്താം അല്ലേ? എല്ലാ ഞായറാഴ്ചയും ഇവിടെ സത്സംഗവും അതിന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരില്ലെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച ഇവരെ കുറച്ചല്ലോ ഗുരുവായൂർക്കാരാണ് ഇവരാരും വരാതെ 1-2 പേരെ വരാതെ. ഇവരൊന്നും എനിക്ക് പരിചയമില്ല. ആരും എനിക്കറിയില്ല കേട്ടോ. പിന്നെ പരിചയപ്പെടും. സർവീശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ സ്മരിച്ചുകൊണ്ട് വേദിയിൽ സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കളെ, എല്ലാ ഞായറാഴ്ചയും ഇവിടെ നമ്മളൊരു സത്സംഗം നടത്തുന്നു. പലർക്കും അറിയില്ല, ഇതിരിക്കുന്ന ഗുരുവൈപ്പക്കാർക്ക് ആർക്കും അറിയില്ല എന്തിനാണ് ആശ്രമത്തിൽ വരുന്നത്, എന്താണ് ഗുരു, എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് നമ്മൾ ഗുരുവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടത്, അതേപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ചുരിദാർ ഇടണ്ട പറയുന്നത്, എന്തുകൊണ്ടാണ് ഷേവ് ചെയ്യണമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് സന്യാസിമാര് ഈ വസ്ത്രം ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മുടെ ഗുരുവാണികളൊന്നും സന്യാസത്തെ കുറിച്ച് പറയുന്നില്ല. പിന്നെന്താണ് ശാന്തിഗിരി സന്യാസം വന്നത്? ഇങ്ങനത്തെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ. അതൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകണ്ട. കാരണം കുറച്ചുകൂടി ഇന്ന് ഗുരുമഹിമയുടെ എന്താണ് ഗുരുമഹിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുമഹിമ? ഗുരുമഹിമയുടെ ഉദ്ദേശവും കാര്യങ്ങൾ എന്താണ്? ഗുരുമഹിമകാരാണ് ആദ്യം പറയുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൽ ആദ്യത്തെ സംഘടന ഏതാ? വേഗം പറയണം. നിങ്ങൾ പറയുന്നു അത് മാത്രമുണ്ടല്ലോ കേട്ടോ. അത് മാത്രമേ പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇന്നും ആശ്രമത്തിലേക്ക് മർജ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സംഘടനയുടെ ഏതാണ്? മാതൃമണ്ഡലം മാത്രം. അത് മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് BSNK വന്നത്, വിശ്വസംസ്കാരിക. BSNKയുടെ യൂത്ത് വിങ് ആയിരുന്നു ഞങ്ങളൊക്കെ ആദ്യം. ഗുരു പറയും യൂത്തൊന്നും മാറ്റാവുന്നതാണ് ശാന്തിമയം ഉണ്ടാക്കിയത്. ഇത് പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ ലോകത്തിന് ശാന്തി ഉണ്ടാവും. അത് മഹിമപ്പെട്ടു വരും. നമ്മുടെ ചെറുപ്പക്കാരുടെ പോലീസുകാരുടെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഏകദേശം. അതേപോലെയാണ് ഗുരുമഹിമ. എന്താണ് പറഞ്ഞു കൊടുത്തോ? മോളെ പേരെന്താ? എവിടെ വീട്? അതെ, മോളെ കൂടെ വന്നിട്ടേ ഇല്ലല്ലോ. വെരി ഗുഡ്. ഇതാണ് നമ്മുടെ ഗുരുവം. എങ്ങനെ ആവരുത് കേട്ടോ. ആശ്രമത്തിൽ നമ്മള് നിരന്തരമായി വന്ന് പ്രവർത്തിക്കാനുള്ള അറിവ് വേണം. എന്താണ് ഗുരുവം? പറഞ്ഞോളൂ, മോള് പറ. ശാന്തിഗിരിയായിട്ട് യാതൊരു ബന്ധം ഗുരുവഹിമിക്കില്ല. ഗുരു പറഞ്ഞത് പറഞ്ഞു. ഗുരു യുവതലമുറയുടെ പറയേ. ഇതാണ് ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അച്ഛനെ പോലെ രാജ്യങ്ങൾ പിന്നെയും ദിവസം വരുന്നു. പറഞ്ഞത് ശരിയാണ്. നാളെ നിങ്ങൾ മാതൃമണ്ഡലാവില്ലേ? ഗുരു നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ അമ്മമാരെല്ലാവരും ഒരു കാലത്ത് വേദവാഹിനികളായി. ആരായിരുന്നു? അറിവുകളുടെ ജ്ഞാനികളുള്ള അമ്മമാരെ, സ്ത്രീകളായി. കാലത്തിന്റെ ചില പരിണാമത്തിൽ അവരപരകളായി, ദേവദാസികളായി, ഗതികേടായി ഈ സ്ത്രീകളെല്ലാം അപലപിച്ചു താഴേക്ക് പോയപ്പോൾ അതിൽ പോയി നിൽക്കുന്ന ജീവന്റെ മണ്ഡലത്തിനെയാണ് മാതൃമണ്ഡലം എന്ന് വിളിച്ചത്. അതിലേക്ക് എത്തുന്ന ജീവൻ, അതിൻ്റെ ആദ്യ തുടയിൽ വരുന്ന കുട്ടികൾ അറിവുള്ളവരായി. പിന്നീട് അവർ മാതാവാകുമ്പോൾ
ധർമ്മം നടപ്പിലാക്കാൻ കഴിവുള്ള മഹിമയുള്ള കുട്ടികളായി മാറും. ആര്? അവരാണ് ഗുരുവിനെ മഹിമപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ എങ്ങനെയാ പറഞ്ഞ ഗുരുവിനെ എങ്ങനെ അറിയാതിരിക്കുക, ആശ്രമത്തിൽ വരാതിരിക്കുക? നോക്കൂ, ഇവിടെ ഇരിക്കുന്ന 2 ജന്മിമാരെ നിങ്ങൾ കണ്ടോ? ഈ ജന്മിമാരുടെ പേരറിയോ നിങ്ങൾക്ക്? എന്താ ജന്മിമാരുടെ പേര് പറയും? ഇവർ ആശ്രമത്തിൽ നിന്ന് വളർന്നവർ. ഇവര് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ ബാബുണ്ണൻ ഈ ജന്മിയും കൂടെ എപ്പോഴും രാവിലെ നേരത്തെ ആരാധനയ്ക്ക് കൊണ്ടുവരും. നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ എന്ത് ക്ലാസ്സും എൻട്രൻസ് എക്സാമും എന്ത് മണ്ടാരടെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല. ചോദിച്ചു നോക്കൂ. അദ്ദേഹം കൈ പിടിച്ചുകൊണ്ട് ഒരു ചേച്ചിയും കൂടി ആരാധനാലയത്തിൽ ഇങ്ങനെ വരമ്പേക്കും രാവിലെ. അവർ 2 പേരും വലിയ ഉദ്യോഗസ്ഥന്മാര്. FACTയിലെ DHGM എഞ്ചിനീയർ, അമ്മ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറായി. ഈ 2 പേരും ജോലി രാജിവെച്ച് ആശ്രമത്തിന്റെ അടുത്തൊരു വീട് കെട്ടി വന്ദിത ജന്യെ അന്ന് ഇങ്ങനെ കൊണ്ടുവരും. അവർ ചേച്ചി. അപ്പൊ അവരെ പഠിത്തമെല്ലാം പോയ ദിവസം ഡോക്ടറേറ്റാണ്. നിങ്ങളെ പോലെ എന്ത് ചെയ്തില്ല. നിങ്ങളുടെ അച്ഛനമ്മമാരെപ്പോഴും പറയുന്നുണ്ട് കുറെ ഇപ്പൊ കൊണ്ടുപോകണം, അവർക്ക് നാളെ എൻട്രൻസ് എക്സാമാണ്, മറ്റേതാണ്, മറിച്ചതാണ്, തിരിച്ചതാണ്, എന്തൊക്കെയോ പറയും. എൻ്റെ അടുത്ത് കുറേ പേര് പോകും. ഞാൻ പറഞ്ഞെല്ലാം ജെന്നോട് ചോദിക്കാണ്. ജെന്നയുടെ അച്ഛൻ പറഞ്ഞ PP ബാബുണ്ണനാണ്. അദ്ദേഹം ഞങ്ങളൊക്കെ ബാബുണ്ണൻ എന്നാണ് വിളിക്കും. ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരൻ. അപ്പൊ ആ അച്ഛനും അമ്മയും ആ കുട്ടികളെ എപ്പോഴും ആരാധന കൊണ്ട് പ്രാർത്ഥിച്ച് രാവിലെ ആരാധനയ്ക്ക് കൊള്ളിപ്പിച്ച്. അതേപോലെ സതീശനെ അറിയോ? നിങ്ങൾക്ക് ആരെങ്കിലും? കരുണശ്രീ ജന്മയുടെ അച്ഛനാണ്, അവരുടെ അമ്മയും. ഇവരെപ്പോഴും ആശ്രമത്തിൽ ഇങ്ങനെ അടുക്കി. ഇവരുടെ അച്ഛൻ ഈ ഓണസമയത്ത് അല്ലേ ഗുരുവിനുള്ള കാഴ്ചകളെല്ലാം ഒരു വട്ടിയിലാക്കിയിട്ട് തലയിൽ ചുമടായി ഗുരുവിനോട് കൊടുക്കും. ഗുരു എണീച്ചെന്ന് വാങ്ങുന്നു. ഇപ്പോഴല്ല, 97-98 കാലങ്ങൾ. ഇപ്പോഴും കൊണ്ടുവരും, ശിശുപരത്തേക്ക് കൊണ്ടുവരും. എന്നെ ചോദിച്ചു പറയും, വട്ടിയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു ഗുരുശിഷ്യ ബന്ധമാണ്. നമ്മുടെ ഗുരുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എഞ്ചിനീയറായി, ഞങ്ങൾ പഠിച്ച്, ഞങ്ങൾ വലുതാവാന്ന്. നമുക്കൊരു ഉറപ്പ് ഗുരുവിലുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ജീവന്റെ ശേഷിത്വം. ഞാൻ എല്ലായ്പ്പോഴും ഇവിടെ ഞങ്ങളുടെ സത്സംഗത്തിലൊക്കെ സംസാരിക്കാറുണ്ട്, നിങ്ങൾക്ക് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയും. ഈ ലോകത്ത് എല്ലാ ജനങ്ങൾക്കും കുട്ടികളെല്ലാം കേൾക്കാണ്. എത്ര ബ്രെയിൻ കൊടുത്തിരിക്കണം ദൈവം? എത്രയാണ്? 1400 ഗ്രാം ബ്രെയിനാണ്. അത് ബിൽഗേറ്റ്സിനായാലും ശരി, ഇരിക്കുന്ന അമ്മയില്ല, മുത്തശ്ശേരിക്കും അമ്മയ്ക്ക് 1400, എനിക്കും 1400. കുതിരവട്ടത്ത് കിടക്കുന്ന മുഴുപ്പിരാന്തിനും 1400. എങ്ങനെ നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നു? എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നവൻ എത്രയാ? ഇല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയറിംഗിൽ MBBS എഴുതിയുന്ന ആൾക്ക് പാസ്സാവുന്ന എത്രയാണ് തല ബ്രെയിന്? 1400. പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങുക? നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങാൻ വേണ്ടി മെനക്കെട്ടൊരു എഞ്ചിനീയറിംഗ് കിട്ടാത്തത്? അവിടെയാണ് അവരെ കണ്ടുപിടിക്കുക. അവർക്ക് ഇതിൻ്റെ അടിസ്ഥാനം അറിയാം. നമ്മുടെ ബ്രെയിനെയും നമ്മുടെ ശരീരത്തിലെ ഓരോ അണീവിനെയും പ്രവർത്തിപ്പിക്കുന്ന ജീവൻ. ഈ ജീവന് ശേഷിത്വം വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? പ്രാണ താത്രയ അർത്ഥ പ്രാർത്ഥന എന്നാണ്. പ്രാണന് അർത്ഥം കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും അർത്ഥം അല്പനർത്ഥം കിട്ടിയല്ലോ. അർദ്ധരാത്രിക്ക് പ്രാണനർത്ഥം കിട്ടിയാലോ. വാഹനം
ഭൂഷണം, വാഹനാദിഭൂഷണം, സാധകേനം, അഷ്ടൈശ്വര്യം, ഞാൻ ചേർക്ക എൻട്രൻസ് എക്സാം ഫസ്റ്റ് റാങ്ക്, ഓടി കാർ, ബെൻസ് കാർ ഒക്കെ നമ്മുടെ കാലിന്റെ ചോട്ടിൽ വന്ന് കിടക്കും. എപ്പോ എപ്പോ പ്രാണനർത്ഥം കിട്ടും. പ്രാണനർത്ഥം കിട്ടിയിട്ടില്ലെങ്കിലോ എത്ര നിങ്ങൾ പഠിച്ചോ, തലയും കുത്തി ഇരുന്ന് പഠിച്ചോ, നിങ്ങൾ എത്ര ബിസിനസ് ചെയ്തോ, നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടോ, പഠിക്കില്ല. പറഞ്ഞ മനസ്സിലാവുന്നു. ചില ആൾക്കാരൊക്കെ ഗുരുവിനോട് വന്ന് ഇങ്ങനെ കരയും, ഗുരുവേ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് എൻട്രൻസിനൊക്കെ, അന്ന് എൻട്രൻസ് എക്സാം വന്നത് വളരെ കഷ്ടപ്പാടായി ഇവരൊക്കെ പഠിക്കാൻ. ഗുരു ചിരിച്ചുകൊണ്ട് പറയണ ഭാഗ്യമില്ലാത്ത നീ എങ്ങനെയാണ് അതൊക്കെ പഠിച്ചിട്ട് കാര്യം. വേറെ ചില ആൾക്കാർ പറയും വീട് നാളെ ജപ്തിയാണ് ഗുരുവേ, കുട്ടികളെ കൊണ്ട് ഞാൻ എങ്ങനെ എവിടെ പോകും റോട്ടിലേക്ക്, നീ 4 ദിവസം ഇവിടെ നിൽക്കും. കുട്ടികളെ മനസ്സിലാക്കാനാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവന് ശേഷിത്വം വരണം. അങ്ങനെ ജീവന് ശേഷിത്വം വരത്തക്ക വിധത്തിൽ നമ്മൾ മഹിമപ്പെടാനാണ് നമ്മൾ എൻ്റെ പേരാണെന്ത് ഗുരുമഹിമ. അപ്പൊ അടിസ്ഥാനം ഇടുകയാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളൊരു അമ്മയായി ഒരു മുത്തശ്ശിയായി അങ്ങനെ വളരുമ്പോഴൊക്കെ ഈ അടിസ്ഥാനമായി കിടക്കുന്ന ഈ കർമ്മത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. കഴിഞ്ഞ സത്സംഗത്തില് ഗുരു നന്നായി സംസാരിച്ചു അവരുടെ കാര്യങ്ങൾ. എങ്ങനെയാണ് അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയത്, അവർക്ക് എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പാസ്സായത്, അതിന് ഗുരു എങ്ങനെയാണ് അവർ മാർഗനിർദ്ദേശം കൊടുത്തത്. ഇത് നിങ്ങളുടെ കുട്ടികളെല്ലാവരും മനസ്സിലാക്കണം. എന്താ കാരണം? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഈ നമ്മുടെ ജീവന്റെ അർത്ഥം നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിട്ടില്ല അവരെക്കുറിച്ച്. നമ്മുടെ ജീവന്റെ അർത്ഥം നഷ്ടപ്പെടുന്ന ഏതിലൂടെയാണ് ഗുരു പറഞ്ഞത് അറിയോ നിങ്ങൾക്ക്? ഗുരുമേമക്കാർക്ക് അത് ഏറ്റവും വലുത് ഗുരു പറഞ്ഞത് ദൈവത്തിന്റെ 2 ശത്രുക്കളാണ് നമ്മുടെ ജീവന്റെ സകല പുണ്യങ്ങൾ കളയാവുന്നത്. ഗുരുമേമക്കാർക്ക് അറിയോ 2 ശത്രുക്കളാണ് നിങ്ങളെ പഠിപ്പിക്കാതെ ആക്കുന്നതും, നിങ്ങൾ പരീക്ഷയ്ക്ക് തോൽക്കുന്നതും, നിങ്ങൾക്ക് പരീക്ഷ പാസ്സായി ജോലി കിട്ടാതിരിക്കുന്നതും, നിങ്ങളും അമ്മയും ചേരാത്തതും, നിങ്ങളുടെ അച്ഛനും ചേരാത്തതിൻ്റെയൊക്കെ അടിസ്ഥാനം 2 ശത്രുക്കളെ നിങ്ങൾ പിടിച്ചുകൊണ്ടാണ്. ആരാണ് ദൈവത്തിന് 2 ശത്രുക്കൾ? പരമശത്രുക്കളാണ്. 1999 മെയ് 6 രാത്രി 10:30 മണിക്ക് ഗുരുവിൽ നിന്ന് വാക്കുകൾ വരും. അതിൽ ഗുരു കുറേ കാര്യങ്ങൾ പറഞ്ഞു, ശിഷ്യബുദ്ധിനെ വെളിപ്പെടുത്തിയത്. അതിൽ ഗുരു പറയുന്നുണ്ട്, ഈ 2 കാര്യം ചെയ്യുന്നവരെ ഞാൻ പ്രത്യേക ശക്തിയായി നശിപ്പിച്ചു കളയും. എന്താണ് 2? ആർക്കെങ്കിലും പറയാൻ പറ്റും? അറിയില്ല. അത് ഒന്നാമത്തെ മതമാണ്, രണ്ടാമത്തെ ജാതി. ഇതിലൂടെ നിങ്ങളുടെ അച്ഛനമ്മയും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടുമോ? നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുമോ? വീട്ടിൽ സമാധാനം ഉണ്ടാവോ? ഇതൊന്നും ഉണ്ടാകും. കാരണം ദൈവത്തിന്റെ 2 ശത്രുക്കളായ എന്താണ് ജാതിയും മതവും നമ്മുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടു. അപ്പൊ അതിന് ജനിക്കുന്ന മക്കളായ നമുക്ക് മഹിമപ്പെടാൻ പറ്റുമോ? നിങ്ങൾ ആശ്രമത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? പന്തിതലേക്ക് വേറെ പണിയൊന്നുമില്ല, മെനക്കെട്ടൊന്ന് ഞങ്ങളെ വിളിക്കണം. പലവരും എന്നോട് പറഞ്ഞു. ഇന്നപ്പോൾ 2 പേര് പൊക്കഴി. അപ്പോൾ ഞാൻ പറഞ്ഞവിടെ ഇങ്ങനെ പോലീസുകാർ ക്ലാസ് എടുക്കണം, അവരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയം എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. എന്താ കാരണം? അവരുടെ ജീവന്റെ വാസനയായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള മതത്തിന്റെയും ജാതിയുടെയും ഇടയിൽപ്പെട്ടാണ്. ആരാ മക്കളെ ജാതി ഉണ്ടാക്കിയത്? മനുഷ്യരൊന്നല്ല. മനുഷ്യരിലെ ഏറ്റവും വലിയ പിശാചിന്റെ ഗുരുവാണ്. ദ്രോഹിയിലും ദ്രോഹിയുടെയും ദ്രോഹിയായ ഒരുത്തനാണ് എന്തുണ്ടാക്കിയത്? ജാതി. അതുകൊണ്ട് നിങ്ങൾ അതിൽ പെടരുത്. അപ്പോഴേ നിങ്ങൾ ഗുരുമഹിമക്കാരാവും. ആരാ മതം ഉണ്ടാക്കിയത്? ഇതൊക്കെ ആദ്യം പഠിക്കണം. ഇതാണ് ഗുരുമഹിമ. മഹിമപ്പെടാതിരിക്കാനുള്ള തടസ്സാര ഇത് 2 കേട്ടോ. മതവും ഇതേപോലെ ആരുണ്ടാക്കിയതാ? ആ മഹാത്മാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടാക്കിയതാണ്. യേശു ക്രിസ്തു മരിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ മതം എന്തായിരുന്നു? എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ മതം?
ഉറക്കെ പറയണം. ജൂതനെ മുഹമ്മദ് നബി മരിക്കുമ്പോഴോ മുസ്ലിമായിരുന്നോ? ഗുറാസിയെ. അതാണ് ഇന്നത്തെ നോയമ്പ്. ഇതൊക്കെ അന്നുണ്ടായിരുന്നത്, ഗുറാസികളുടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ മതം പിന്നീട് ഉണ്ടായത്. അതിലാണ് നമ്മൾ മുറുക്കെ കയറി പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗുരുമഹിമക്കാരൻ ഇല്ലാത്തതുകൊണ്ടാണ്, ഗുരുമഹിമക്കാരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടൊരു ചോദ്യം വരാതിരുന്നത്. എന്താ ഇങ്ങോട്ടൊരു ചോദ്യം വരാതിരുന്നത്? ഇപ്പൊ ഹിന്ദു മതമോ നിങ്ങൾ ചോദിച്ചോ? എന്താണ് ചോദിക്കാതിരുന്നത്? നിങ്ങളുടെ അച്ഛനമ്മയുടെയും ആ രണ്ട് വിശ്വാസിനെ പിടിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള കഴിവില്ലാത്തത്. നമ്മൾ ബിടെക് എടുക്കും, എംടെക് എടുക്കും, ഡോക്ടറേറ്റ് എടുക്കും, പക്ഷെ എന്തുണ്ടാവില്ല? ജീവനിൽ എനർജി ഉണ്ടാവില്ല. ജീവനിൽ എനർജി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ പഠിച്ച സർട്ടിഫിക്കറ്റ് മാത്രം നമ്മുടെ ഇല്ല. ഞാൻ എപ്പോഴും ഒരു IAS ഓഫീസറെ കഥ പറയാറുണ്ട്. എന്തിനാ എനിക്കറിയാം. ആ സമയത്ത് കുറെ IAS IRS ആർക്ക് വരും. രാജീവ് നാരായണസ്വാമി കൊണ്ട് ഒരു IAS ഓഫീസർ ഉണ്ട്, അറിയോ? നിങ്ങൾക്കൊക്കെ അറിയോ? ഇപ്പോഴുണ്ട് കേട്ടോ. അദ്ദേഹം നിങ്ങളെ പോലെ SSLC 600 ആണെന്ന് SSLC മാർക്ക്, ഇന്നത്തെ A+ അല്ല. 600 മാർക്കിൽ 599 മാർക്ക് വാങ്ങിയതാണ്. എത്രയാണ്? അന്ന് പ്രീഡിഗ്രി അദ്ദേഹം പഠിക്കാനാണ്. അന്ന് 900 മാർക്കാണ് പ്രീഡിഗ്രി. 900 വാങ്ങിയത്. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അയാൾ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി. IAS ഫസ്റ്റ് റാങ്ക്, ആദ്യത്തെ മലയാളിയാണ് ഫസ്റ്റ് റാങ്ക് വന്നത്. മനസ്സിലായോ? ഇപ്പൊ അയാൾ പിരിച്ചുവിടാൻ നിൽക്കണം കേരള ഗവൺമെന്റ്. ഇവിടെ വേണ്ട ആലോചിച്ചോ. അത് കഴിഞ്ഞിട്ട് IAS പല റാങ്കും പഠിച്ചപ്പോഴും അദ്ദേഹം എല്ലാം ഫസ്റ്റ് റാങ്കാണ്. ഇതാണ് ഗുരുമഹിമക്കാർ മനസ്സിലാക്കുന്നത്. നമ്മൾ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാനും നമുക്ക് അറിവ് നേടാനും പറ്റുന്നില്ല. ഇതിനുള്ള ശേഷിത്വം നമ്മുടെ ജീവനില്ല. ഇതിനെ മഹിമപ്പെടുത്തി എടുക്കാനാണ് ഇതുപോലെ ക്ലാസ്സുകൾ നടത്താൻ ഒരുപാട്. ഗുരു പറയുന്നത് നമ്മൾ ആശ്രമത്തിൽ വരേണ്ടത് ഇതുപോലെ നമ്മുടെ തലമുറക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ജീവന്റെ കർമ്മഗതികൾ പലതരത്തിലുണ്ട്. അത് ചിലവർക്ക് രോഗമായി വരും, മാനസിക രോഗമായി വരും, ചിലവർക്ക് മന്ദബുദ്ധിയാവും, ചിലവർക്ക് വികലാംഗനാവും, ചിലവർക്ക് കടം കയറി വരും, ചിലവർക്ക് വീട്ടിലെ ഒരിക്കലും ഒക്കാൻ പറ്റില്ല. ഇന്നത്തെ ഗുരുവാണി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചോ? ഇവിടെ വായിച്ചില്ല ഗുരുവാണി? ഒരിക്കലും വീട് നമ്മൾ ഒക്കില്ല. എന്നിട്ട് പിന്നിൽ വരാണ് ആരാണ്? അച്ഛനമ്മയും വ്യത്യസ്ത വീടുകളിൽ നിന്നും ഒരു ജാതി നോക്കി വന്നവർ. ഒരു നാടിക്കുള്ളോ? അപ്പോൾ ആ വീട്ടിലെ സ്വസ്ഥതയുണ്ടാകും. അതിന് പുറമെ നിങ്ങളുടെ വക പ്രശ്നങ്ങൾ വേറെ. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്നും ഇതിനെടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ കുഴപ്പങ്ങൾ പഠിക്കണം. എവിടെ നിന്നാണിത് വന്നത്? ഇതെങ്ങനെ എൻ്റെ വീട്ടിൽ കയറി വന്നത്? ഇപ്പൊ മിക്ക വീട്ടില്, കണ്ണൂർ ഞാൻ പോകുന്ന വീട്ടില് എല്ലാവർക്കും ഇഷ്ടം പോലെ കുടുംബക്ഷേത്രങ്ങളുണ്ട്. എല്ലാ കുടുംബക്ഷേത്രം എന്താ? ഒന്ന് ഗുളികനാണ്, പിന്നെ മച്ചിലോ എന്താണ് മച്ചിന്റെ മുകളിൽ ഇരിക്കുന്ന മച്ചിലോട്ട് അല്ലേ? മച്ചിലോട്ട്. പിന്നെ വേറെ ആളുണ്ട്, ഇറച്ചി മീനെ കടിക്കാനാണ് മുത്തം. ആലോചിച്ചു. ഇവരൊക്കെ നമ്മുടെ വന്നാൽ നമ്മളെങ്ങനെ ഉണ്ടാവും? നമ്മൾ രക്ഷപ്പെടുമോ? ഇതുപോലെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നിനെയെല്ലാം കുറ്റം പറയും, ഒന്നിനെല്ലാം അബദ്ധം പറയാം. ഇത് എല്ലാവരുടെയും ഈ അബദ്ധം കയറി വരിക. ഈ അബദ്ധത്തിൽ നിന്ന് നിങ്ങളെ ആദ്യം ഗുരുവിന് തിരിക്കണം. അതിന് നിങ്ങൾ മഹിമപ്പെടണം. അപ്പൊ അമ്മ എന്ന ആദ്യ ഗുരു ആകുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ ചില വീട്ടിലൊക്കെ പോയി, ഇപ്പൊ ഇവിടെ കുറെ വീട്ടിൽ പോയപ്പോ ഒക്കെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയൊന്നും നമ്മുടെ വീട്ടിലില്ല.
ഈ ഇരിക്കുന്ന ഗുരുമഹിമക്കാർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്? നിങ്ങൾ കൈപോകാം. എത്ര നേരം പ്രാർത്ഥിക്കും? എത്ര മണിക്ക്? രാത്രി 9 മണിക്ക്, രാവിലെ 6 മണിക്കെങ്കിലും മോളൊക്കെ എണീച്ച് പ്രാർത്ഥിക്കണം. ഗുഡ്. ഒരാളെങ്കിലും. അപ്പോൾ 56-ല് ഒന്നുണ്ട് ജന്മി കേട്ടോ, എഴുതിയൊക്കെ. അപ്പം ഇതുപോലെ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. അപ്പം നമ്മുടെ വീട്ടിലൊരു ഒരുമ വരും. ഗുരു പറഞ്ഞത് നമ്മുടെ രാജ്യത്തിനെ പോലും ഒരുമിക്കാത്ത വിധത്തിൽ സൂക്ഷ്മം നശിപ്പിച്ചിരിക്കും. എത്ര ഭാഷയുണ്ട് നമ്മുടെ രാജ്യത്തിൽ അറിയാം? ഗുരുമേമക്കാർക്ക് അറിയാം. കുറേ ഭാഷയുണ്ട് അല്ലേ? സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്, മലയാളം, കാനഡ അല്ലേ? അങ്ങനെ ഇഷ്ടം പോലെ. ഒരിക്കലും ഒക്കില്ല. അതുകൊണ്ട് കർണാടകക്കാരൻ തമിഴ്നാട്ടുകാരന് വെള്ളം വിട്ടു കൊടുക്കില്ല, കേരളക്കാരൻ അങ്ങോട്ട് വെള്ളം കൊടുക്കില്ല, കാരണം തമിഴിന് വെള്ളം കൊടുക്കണ്ടാവും. ഇങ്ങനെ ഒക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ രാജ്യത്തിനെ ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ഒക്കെ വിഭജിച്ചിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മാറാൻ വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ്. ആരെ? അപ്പൊ നിങ്ങളെന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഗുരുവിൽ വിശ്വാസം പോരാ, എൻട്രൻസ് കോച്ചിങ്ങിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങിൽ പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പോകണം, പോയേ പറ്റും. ബട്ട് ഒപ്പം എന്ത് വേണം? പ്രാണന് അർത്ഥം ഇല്ലാത്തവൻ. പഠിച്ചൊരു കാര്യമുണ്ടോ? ശ്രീകൃഷ്ണ പരമാത്മാവ് പാണ്ഡവരെ നോക്കിയൊരു കാര്യം പറഞ്ഞു. എന്താ കാരണം വന്നാ, യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ ഭരിക്കുന്ന രാജ്യം തകർന്നു തരിപ്പെടും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? കുറച്ച് കടം വാങ്ങാൻ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ധർമ്മപുത്രയും വിളിച്ചിട്ട് കുബേരന്റെ അടുത്ത് പോയി കടം വാങ്ങാൻ. നമ്മുടെ അച്ഛനൊക്കെ കോപ്പറേറ്റീവ് ബാങ്ക് പോയിട്ടുണ്ടോ? എന്തിനാ പോവാ? കടമെടുക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അതേപോലെ ആ രാജ്യം ഭരിക്കാനായിട്ട് അദ്ദേഹം കുബേരന്റെ അടുത്ത് പോയി. അപ്പൊ കുബേരന്റെ അടുത്ത് എത്തിയപ്പോൾ കുബേരനാണെങ്കിൽ കൊടുക്കാനും പറ്റില്ല, കാരണം പൊളിഞ്ഞ രാജ്യം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാ. ആരാ വന്നിരിക്കുന്നത്? ശ്രീകൃഷ്ണ പരമാത്മാവും ധർമ്മപുത്രനും കൂടെ വന്നിരിക്കും. ആകെ പ്രശ്നം. അപ്പൊ ശുക്രാചാര്യരാണ് ഇതിനുള്ള ഗുരു. ആരുടെ ഗുരു? കുബേരന്റെ. ശുക്രാചാര്യ പറഞ്ഞു, കൈകാര്യം ഞാൻ ചെയ്തു തരാം, നീ ഒന്നും മിണ്ടണ്ടാവും. അദ്ദേഹത്തിന് അറിയാം ശ്രീകൃഷ്ണ പരമാത്മാവ് രാവിലെ നേരത്തെ, നമ്മളെ പോലെയല്ല. നമ്മളെ 9 മണിക്കല്ലേ എണീക്കുള്ളൂ. 6 മണി 9 മണിക്ക് മിക്ക വീട്ടിലും 9 മണിക്കാണെന്ന് ഞാൻ അറിഞ്ഞത്. മിക്ക 7, 8, 9. ഇന്ന് ശ്രീകൃഷ്ണ പരമാത്മ അങ്ങനെയല്ല. അതിരാവിലെ എണീറ്റ് ധ്യാനിക്കാൻ പോകും. അപ്പൊ അദ്ദേഹം ധ്യാനിക്കാൻ പോകുന്ന 5 മണിക്ക് കുബേരന്റെ ഒരു ഐഡിയ ചെയ്തു. എന്താണ്? ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇത്ര കുതിര, ഇത്ര ആന, ഇത്ര സ്വർണ്ണ നാണയം, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ധർമ്മപുത്ര എടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇത് എഗ്രിമെന്റ്, ഇതാണ് എഗ്രിമെന്റ്, എന്നിട്ട് പൈസയൊക്കെ ഞാൻ തരാം, എല്ലാം ഞാൻ തരാം. പക്ഷെ തിരിച്ചു തരുന്നത് ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് തിരിച്ചു തരുന്ന എഗ്രിമെന്റ് അറിയോ? വാങ്ങിക്കൊണ്ടുപോകുന്ന സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ കടം തിരിച്ചു തരണം. ആരോടാ പറയണത്? ധർമ്മപുത്രോട്. ധർമ്മപുത്ര പറഞ്ഞു, ലോകത്ത് ഒരാള് കടം വാങ്ങിയിട്ട് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് കൊടുക്കും? നടക്കില്ല. ശുക്രാചാര്യൻ എന്ന ഗുരുവിന്റെ ബുദ്ധിയാണ്. ശ്രീകൃഷ്ണന്റെ നടക്കും. അവിടെ ശ്രീകൃഷ്ണന്റെ പറഞ്ഞ ഒപ്പിക്കും. ശ്രീകൃഷ്ണൻ ധ്യാനിക്കാൻ പോയിരിക്കും. നമ്മള് എൻട്രൻസ് കോച്ചിങ്ങിന് പോയ പോലെ ഗുരുവിനെ വിട്ടിട്ട് നമ്മൾ അവിടെ പോയി എൻട്രൻസ് കോച്ചിങ്ങിന് പോയ പോലെ ഞായറാഴ്ച. അപ്പൊ എന്ത് ചെയ്തു? ധർമ്മപുത്രൻ പറഞ്ഞു, ഞാൻ ഇതിന് തയ്യാറല്ല, ഞാൻ മടങ്ങുന്നു. അദ്ദേഹം അങ്ങനെ കുതിരപ്പുറത്ത് തേരിലേക്ക് കുറച്ചു പേരൊക്കെ ശ്രീകൃഷ്ണൻ നടന്നു വരും. ചോദിച്ചു, എന്താ ധർമ്മപുത്രൻ മടങ്ങി വരുന്നത് ചോദിച്ചു. അയാളിങ്ങനെ ഒരു കരാറുണ്ടാക്കി. ആ കരാർ ഞാൻ അംഗീകരിക്കില്ല, കാരണം അതിൽ പറഞ്ഞ കാര്യം എനിക്ക് സാധിക്കില്ല. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞറിയോ? ഭാഗ്യമില്ലാത്തവർക്ക് വേണ്ടി വേലകൾ ചെയ്താൽ യോഗ്യമായി വരില്ല, ആപത്തേ വന്നു ചേരുന്നു. അർത്ഥം മനസ്സിലായി? ജീവൻ അർത്ഥമില്ലാത്തവർക്ക് വേണ്ടി എൻട്രൻസ് കോച്ചിങ് നടത്തിയാൽ ആപത്തെ വന്ന് ചേരുന്നു അല്ലേ? അപ്പൊ ഭാഗ്യമുള്ളവർക്ക് വരാനാവാനാണ് ഗുരുമഹിമക്കാർ കഷ്ടപ്പെടുന്നത്.
നിങ്ങളുടെ ജീവനിൽ അടിഞ്ഞു കിടക്കുന്ന തലമുറയുടെ വലിയൊരു ഗതികേട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ കന്നഡ. ഈ കന്നഡ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. 97 ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവെ ലേസർ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്, 50,000 രൂപ 2 കണ്ണ് ശരിയാക്കാം, കന്നഡ ഉണ്ടാവും. ഗുരു എന്നെ ഒരു 4 തലമുറയ്ക്ക് തെറി വിളിച്ചിട്ടുണ്ട്. ഇറങ്ങടാ വിളിക്കുന്നത്, ആ പൈസ വാങ്ങിയിട്ട് സഹകരണത്തിൽ പണി നടക്കുള്ളതാണ് കന്നഡ. അത് നിന്റെ കർമ്മഗതിയാണ്, അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് എനിക്ക് ഒരു സിദ്ധത്തിന്റെ ഒരു മെഡിസിൻ തന്നെ കണ്ണിലൊട്ടിക്കാൻ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കന്നഡ വെച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് വന്നു. ഗുരു ആദ്യ സംഗീതത്തിലേക്ക് അപ്പൊ എന്റെ ബുദ്ധി വീണ്ടും വക്രബുദ്ധി ഉണ്ടല്ലോ നമുക്ക്, ശിഷ്യമുദ്രെടുത്ത് പോയി 2003 എന്നോട് ഞാൻ ഇതേ പറഞ്ഞു, എന്നെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഈ കണ്ണിന്റെ കന്നഡ ഊര അപ്പോഴും കിട്ടിയില്ല അതേപോലെ. എന്നിട്ട് അതേ മെഡിസിൻ തന്നെ വീണ്ടും എന്നെടുത്തതെന്ന് പറഞ്ഞാൽ മോനിത് കണ്ണിലിട്ടി. ഇത് നിന്റെ ജന്മാന്തരത്തിന്റെ കർമ്മവിധി, ഇതവിടെ ഇരിക്കട്ടെ, ഇത് ഞാൻ സൂക്ഷിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇതെന്റെ എന്തോ ഒരു കുറവാണ് അല്ലേ? ഇതുപോലത്തെ ഓരോ കുറവും ആർക്കുണ്ട്? അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗുരുവിനെ പിടിച്ച് മഹിമപ്പെടണം. അപ്പൊ എന്ത് ചെയ്യും? അത് മാറിപ്പോകും. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയാറ്, എന്ത് ചെയ്യണം? നമ്മൾ ഒരു കുട്ടി പോലും എന്ത് ചെയ്യരുത്? വിമാനത്താവളത്തിൽ നിന്ന് എവിടേക്ക് കയറരുത്. അത് പറയുമ്പോൾ വളരെ ദേഷ്യം വരും, കണ്ണൊക്കെ നോക്കുന്നത്. വീട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോകരുത്? കരിപ്പൂർ വിമാനത്താവളത്തിന്, അല്ലെങ്കിൽ അല്ലേ നെടുമ്പാശ്ശേരി എയർപോർട്ട്, അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ എവിടെ പോകരുത്? അങ്ങോട്ട് പോകരുത്. തിരിച്ചെന്ത് ചെയ്യണം? നിങ്ങളുടെ മഹിമ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പാത്രം കഴുകാൻ ആര് വരണം? അവരിങ്ങോട്ട് വരട്ടെ. അത്രയും ഭാഗ്യമുള്ളവരായി നിങ്ങൾ അർത്ഥമുള്ളവരെ ആര് തരണം? ഓരോ ഗുരുമഹിമക്കാരനും ചെയ്യും. അതുകൊണ്ട് കാപ്പാട് ബീച്ച് നമുക്ക് തിരിച്ചു തുറക്കണം. അതിനാണ് ഇവിടെ വന്ന് ക്ലാസ്സൊക്കെ എടുത്ത്, ഫിനാൻസ് ക്ലാസ്, പോലീസിന്റെ ക്ലാസ്സൊക്കെ എടുത്ത് എന്തിനാ? നിങ്ങൾ അർത്ഥമുള്ളവരായി മാറും. വേണ്ടേ? അല്ലേ? ലോകത്തെ നിങ്ങൾ വിചാരിക്കുന്ന അമേരിക്കക്കാരന് എന്താ ബ്രെയിൻ കൂടുതലുണ്ടെന്ന് വിചാരിക്കുന്നത് ഉണ്ടോ? അമേരിക്കക്കാർക്ക് എത്ര കാലുണ്ട് മോള്? 2 ഉള്ളൂ. ജപ്പാൻകാർക്ക് എത്ര കൈയുണ്ട്? 2 അല്ലേ? ഇവർക്ക് ജർമ്മൻകാർക്ക് എത്ര കണ്ണുണ്ട്? 2. എല്ലാവർക്കും എത്ര ബ്രെയിൻ്റെ വെയിറ്റ്? 1400 ഗ്രാം ബ്രെയിനേ ഉള്ളൂ. ലോകത്ത് ആർക്കും ഉദരോട്ട് നടക്കുന്ന മുഴുവനാതിരില്ലേ? അതിന് 1400. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗുരുമഹിമക്കാർക്ക് എത്രയാ? പിന്നെ എന്താ നിങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല? എന്താ പോകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകണം വിചാരിക്കുന്നത്? എന്താണ് ഇതിന് പോകാൻ കാരണം? അല്ലെ, നമ്മൾ അമേരിക്കയിൽ പോകണം എന്നൊക്കെ വിചാരിക്കില്ലേ? എന്താ കാരണം? നമുക്ക് അർത്ഥമില്ല. അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം അല്ലേ? സിമ്പിൾ. ഞാനിവിടെ എല്ലാവർക്കും കഥ പറയുന്നതാണ്. ഏഴ് പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ട്? നിവേദിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ കഥ? മാങ്ങ വീഴുന്ന കഥ. നിവേദം ഒന്ന് എണീച്ചിട്ടിരിക്കും, എല്ലാവരും കാണും. നിവേദ വീട്ടൊക്കെയാണ് കേട്ടോ. നിവേദിത ഒരു മരത്തിൽ ചുട്ടി നിൽക്കുക. ഉദാഹരണം മോളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 3 ദിവസമായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു. 2 കേട്ടോ. എന്താണ്? ഒരു മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴം ആ കുട്ടർ തലയിൽ വീഴുക. നല്ല മധുരമുണ്ട്, പഞ്ചസാരയെക്കാളും മധുരമുണ്ട്. നിവേദ എന്ത് ചെയ്യും? കഴിക്കും. എന്നിട്ട് നിവേദ എന്ത് ചെയ്യും? 2 കൊണ്ട് തട്ടിയും. എന്താണ്? അമ്മയ്ക്ക് കൊടുക്കണ്ടേ? വീട്ടിൽ അമ്മയുണ്ട് അല്ലേ? അവർക്ക് കൊടുക്കണ്ടേ? നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാം, ശരിയല്ലേ? എന്നിട്ട് നമ്മുടെ വീട്ടിൽ അതിൻ്റെ എന്ത് വിളിച്ചിടും? ആ കാര്യം വിളിച്ചിടും. കാരണം എന്താ? പിന്നെ അവിടെ കൊണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവില്ല, നല്ല മധുരമുണ്ട് അല്ലേ? നോക്കൂ, ന്യൂട്ടന്റെ തലയിൽ തോന്നും. എന്ത് സംഭവിച്ചു? ന്യൂട്ടന്റെ തലയിൽ വീണപ്പോ എന്താ സംഭവിച്ചത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സും കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. നമുക്ക് തിന്നാനേ അറിയുള്ളൂ. നമ്മുടെ ജീവന്റെ ശേഷിത്ത് എന്താണ്? അർത്ഥം എത്രയാ? എന്താ? കുട്ടടി. ന്യൂട്ടന്റെ ബുദ്ധി എവിടെയാ?
1400 ന്യൂട്ടൺ എത്ര? നിങ്ങൾക്ക് എത്ര? പിന്നെ എന്താണ് നമ്മൾ ന്യൂട്ടനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഇതാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കടം, ബഹളം, അടി, തല്ലും ഒക്കെ ഇതിന്റെ ബേസിലാണ്. നല്ലത് ചീത്ത ഒക്കെ ഉണ്ടാവും. ഈ മൊബൈൽ ഫോൺ എപ്പോഴാണ് കണ്ടുപിടിച്ചറിയാം? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പറഞ്ഞില്ല സത്സംഗത്തിൽ 1990 കുവൈറ്റ് എന്ന രാജ്യത്തിനെ ഇറാഖ് എന്ന രാജ്യം അറ്റാക്ക് ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് പിടിച്ചു. അനങ്ങാൻ പറ്റില്ല. എന്താ കാരണം അറിയോ? സദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ വിചാരിച്ചത് മരുഭൂമി കൂടെ ആരും കടന്നു വരില്ല. ഒരു സൈന്യത്തിന് മരുഭൂമി കൂടെ വരാൻ പറ്റില്ല. അദ്ദേഹം നേരത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ പോലെ അല്ലാത്ത അർത്ഥമുള്ള ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്തു? ഇരുന്ന് ചിന്തിച്ചു എങ്ങനെ കടക്കും മരുഭൂമി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ സാറ്റലൈറ്റിന്റെ ടവറിലേക്ക് കൊടുത്ത് ടവറിന് തിരികെ കൊടുത്താൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ ടവറുകൾ ഫിറ്റ് ചെയ്തു, സാറ്റലൈറ്റ് കൊടുത്തു. 3-ാം ദിവസം ആരെത്തി? ലോക മിലിറ്ററി എവിടെ എത്തി? കുവൈറ്റ് പിടിച്ച് എപ്പോഴാണോ സദാം ഹുസൈൻ ഇറങ്ങിയ പുറത്തു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? മരുഭൂമി കൂടെ ഓടി ചത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന് ഓടില്ലേ? ഏതിന്? എൻട്രൻസ് കോച്ചിങ്ങിനോട് ഓടില്ലേ എന്നാണ്. അപ്പൊ ഇത് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ആണ് ഗുരു പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഗുരു പറഞ്ഞൊരു കാര്യം പറയുന്നത്, ലോകത്ത് ഈ ജീവനുണ്ടാവുന്ന ഈ കാര്യത്തിനൊക്കെ കാരണം 2 ആരാധന രീതിയായിരുന്നു. ലോകത്തെ ആരാധന രീതി 2 എണ്ണമാണ്. ഏതാ 2 എണ്ണം? ലോകത്ത് 2 ആരാധന രീതിയുണ്ട്. ഏതൊക്കെ 2 എണ്ണം? വേഗം പറയണം. 1 ഗുരുമാർഗമാണ്. 2 നമ്മളെ പോലത്തെ ദേവീ ദേവ ആരാധനയാണ്. നിങ്ങൾ പറഞ്ഞ ഗുരുമേന്മാർ കുറേ പേർക്ക് ഈ ആശ്രമത്തിൽ നിൽക്കുന്ന കുറച്ച് പേർക്ക് അറിയാം. ബാക്കി എല്ലാവരും ഏകദേശം അറിയാം. മുത്തപ്പനെ അറിയാം, ശിവനെ അറിയാം, ബ്രഹ്മാവിനെ അറിയാം, വിഷ്ണുവിനെ അറിയാം, ദേവീനെ അറിയാം. എന്താണ് മച്ചില്? എന്താണ് മുച്ചിലോട്ട് ഭഗവതി അറിയാം, താഴത്തെ ഭഗവതി അറിയാം, തോട്ടിലെ ഭഗവതി അറിയാം, എല്ലാം അറിയാം. ഇതൊരു സിസ്റ്റം അല്ലെ? 2 രീതിയിലുള്ള ആരാധന കർമ്മമേ ഈ ലോകത്തുള്ളൂ. സത്യമല്ലേ ഞാൻ പറഞ്ഞു? എന്താണ് ഗുരുമാർഗം എന്ന് പറഞ്ഞാൽ അറിയോ? യേശു ഗുരുമാർഗമാണ്, നബി ഗുരുമാർഗമാണ്, മോസിസ് ഗുരുമാർഗമാണ്, ബുദ്ധമതം ഗുരുമാർഗമാണ്. മനസ്സിലായോ? ഈ പറയുന്ന ഗുരുനാനാക്കിന്റെ പോലെ തന്നെയുള്ള കൊച്ചു കൊച്ചു ഗുരുമാർഗങ്ങളുണ്ട് എല്ലാം. ജൈനമതം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജൈനമതം ഇതെല്ലാം ഗുരുമാർഗമാണ് അല്ലേ? അപ്പോ യേശു എന്ന് പറയുന്ന ആ ഗുരുവിന്റെ നാടൊക്കെ എന്തായി അറിയോ? യേശുവിന്റെ നാട് ഏതാ? അമേരിക്ക, യൂറോപ്പ്, അവിടെയൊക്കെയല്ലേ നിങ്ങൾ പോകാൻ പഠിക്കണേ. നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിന് എന്തിനാ പോകണം? അമേരിക്കയൊക്കെ പോകാനാണ്. അല്ലാതെ ഇവിടെ ഇവിടെ ഇരട്ടിയിൽ അവിടെ വർക്ക് ചെയ്യാനാണോ? അല്ല. നിങ്ങൾ ലക്ഷ്യം അവിടെ യേശുവിന്റെ ഗുരുവിന്റെ 7 തലമുറ 8 തലമുറ കഴിഞ്ഞപ്പോ -16 ഡിഗ്രി. നിങ്ങൾ അമേരിക്കയിലെ ടെമ്പറേച്ചർ എത്രയാണ്? 16 ഡിഗ്രിയിൽ അവരെന്ത് ചെയ്യുന്നു? സുഭിക്ഷമായി ജീവിക്കും. യൂറോപ്പിൽ വന്ന് അവിടെ -23 ഡിഗ്രിയാണ്. പിന്നെ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഗുരു, സ്വർഗലോകം വരെ മാത്രം പറഞ്ഞ ഗുരു, അദ്ദേഹത്തിന്റെ നാട് എവിടെയാ? പേർഷ്യ എന്ന് പറയുന്ന സൗദി അറേബ്യ, UAE ഒക്കെ ഉൾപ്പെടുന്ന ആ രാജ്യം അല്ലേ? അവിടേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവിടെ 56 ഡിഗ്രി ചൂട്. അത്ര ചൂടറിയാം? 56 ഡിഗ്രിയാണ്. എന്നാലും നമ്മൾ എന്താ പറയാ? അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? 56 ഡിഗ്രിയിലും അവരുടെ പരമ്പര ആ പ്രാർത്ഥിച്ചു വന്ന് 7 തലമുറ കഴിഞ്ഞപ്പോ അവരവിടെ സുഖമായി ജീവിക്കും അല്ലേ? ബുദ്ധന്റെ രാജ്യം ഏതാ? ബുദ്ധന്റെ രാജ്യം ചൈന, ജപ്പാൻ, കൊറിയ അല്ലേ? അറിയോ ആ സ്ഥലമൊക്കെ?
അവിടെ അവർ സുഖമായി ജീവിക്കും. ഗുരുനാനാക്കിന്റെ പരമ്പര ഏതാ? സിഖ് മതം അല്ലേ? അതിൽ പിച്ചക്കാരെ കാണാൻ പറ്റുമോ? ഇപ്പൊ മിനിമം കേണലേ ഉള്ളൂ, ക്യാപ്റ്റൻ കേണലൊക്കെ. ഇതാണ് ഗുരു പരമ്പരയുടെ തലമുറക്കാർ ജീവിക്കുന്നത്. അവിടേക്കാണ് ആര് പോകുന്നത്? മച്ചിലോട്ട് ഭഗവതിനെയും മുത്തപ്പനെയും പ്രാർത്ഥിച്ച് ജീവൻ കളഞ്ഞ് ജാതി നോക്കി കഴിഞ്ഞവന്റെ എനർജി കമ്മിയായപ്പോ നമ്മൾ എന്ത് ചെയ്തു? എനർജി കൂടിയ ഇവിടെ 36 ഡിഗ്രിയുടെ മുകളിൽ ചൂട് വരുമോ? വരാറില്ല. മൈനസ് അല്ല, നമുക്ക് ഒരിക്കലും 28 ഡിഗ്രി 27 ഡിഗ്രി താഴേക്ക് പോവില്ല. സ്വർഗമാണ്. നമ്മുടെ സത്യവ്രത സ്വാമി എന്ന സ്വാമിയുണ്ട്, അറിയോ? തിരുവനന്തപുരത്ത് സ്റ്റെഫാൻ എന്ന് പറയും. അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ്. അദ്ദേഹം പറയും, എന്ത് പൊട്ടന്മാരാണ് ഇന്ത്യക്കാർക്ക്. അത് നമ്മളോട് ചോദിക്കാം, വാട്ട് ഫൂൾ പീപ്പിൾസ് ആർ ഇന്ത്യൻസ്. ഞങ്ങളവിടെ മതിയായിട്ട് ഞാനൊക്കെ ഇങ്ങോട്ട് വന്നു. 8 മാസം അവിടെ എന്താണ് മഞ്ഞ് മൂടി കിടക്കും. ബാക്കി 4 മാസമേ ഞങ്ങൾക്ക് സൂര്യനെ കാണാൻ പറ്റും. ഈ 4 മാസത്തിൽ ഞങ്ങൾക്ക് വേണ്ട കൃഷി ഞങ്ങൾ ചെയ്ത് സൂക്ഷിച്ചു. ഇവിടെ എല്ലാം സുരക്ഷിതം, ഏത് കാലത്ത് നമുക്ക് കൃഷി ചെയ്യും. പക്ഷെ ഗുരുമഹിമക്കാരില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? കൈനില്ലാത്തവരെന്ത് സംഭവിച്ചു? ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരും ഇവിടുന്ന് എനർജി കുറഞ്ഞ നമ്മൾ എനർജി കൂടി സുഖമായി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ കാണാൻ വേണ്ടി നമ്മൾ എവിടെ പോകുന്നു? അങ്ങ് ദുബായിലായാലും ശരി, സൗദി അറേബ്യയിലായാലും ശരി, അങ്ങ് ജർമ്മനിയിലായാലും ശരി, അമേരിക്കയിലും ഫിൻലാൻഡിലും ഒക്കെ പോകുന്നത് ഇങ്ങനെയൊരു കാര്യത്തിന്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മതവും ജാതിയുമായി നമ്മളെ തളർത്തിയ വിധികളാണ്. ഇതിനെ മഹിമപ്പെടുത്താൻ വേണ്ടിയാണ് ഗുരു എന്തുണ്ടാക്കിയത്? തകർക്കേണ്ടതിന് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കും. ഇന്നലെ മുതലല്ല, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിങ്ങളൊക്കെ വിളിക്കുക. ഇതാ മോളുണ്ട്, പൂർണ്ണശ്രീയും മനുശ്രീയും വിളിയെന്നില്ലാതെ. അപ്പൊ അവരുടെ അച്ഛനമ്മമാര് ബ്ലോക്കാണ്. കാരണം അവര് ജാതിയിലും ജാതകത്തിലും മറ്റിലോട്ട് ഭഗവതിയിലും ഇതിലൊക്കെ പിടിക്കുന്നതുകൊണ്ട് അവർ അവരുടെ കുട്ടികളൊന്നും വിടാൻ പറ്റില്ല. പകുതി കുട്ടികൾ വന്നിട്ടില്ല. ഇവിടെ എണ്ണം തന്ന സെൻസസ് പ്രകാരം വടകരയിൽ നിന്ന് എത്ര പേര് വരുന്ന പറഞ്ഞു? 15 പേര് വന്നു. അതുകൊണ്ട് ഈ കണ്ണൂരെ രക്ഷപ്പെട്ടു. കണ്ണൂരിൽ 60 കുട്ടികളുണ്ട്. എത്ര കുട്ടികളാ? 40 കുട്ടികളുണ്ട്. എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്? എത്ര പേരുണ്ട്? എല്ലാം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞ 10, 70, 80 പേര് കാണുന്നതാണ്. പക്ഷെ ആകെ 20 പേര് വന്നു. അല്ല, അത് മുഴുവനല്ല. കണ്ണൂരിൽ 100 പേരുണ്ട്. അല്ല, കണ്ണൂരും തലശ്ശേരിയും കൂടി 20 പേരുണ്ട്. വണ്ടി നോക്കി ഞാൻ മൊത്തത്തിൽ എന്താവും? കണ്ണൂരും തലശ്ശേരി എത്രയുണ്ട്? 50%. അത് ഇന്ന് വന്നാണ്. അത് നിങ്ങളുടെ തെറ്റല്ല. എത്ര പേരുണ്ട്? കണ്ണൂരും തലശ്ശേരിയും ചേർത്ത് എത്രയാണ് ടോട്ടൽ സെൻസസ് എടുത്ത്? നമ്മൾ 70, 60, 80 അടുത്ത്. പല വീടുകളിലും ഞാൻ നേരിട്ട് പോയി പറഞ്ഞു. ഞാൻ പോകുന്ന മിക്ക വീടുകളിലും അങ്ങനെയാണ്. നിവേദിയൊക്കെ ആ ബാക്കിലേക്ക് നിവേദിയൊക്കെ ഞാൻ പൊക്കിയത്. അവളിപ്പോഴും പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാകുന്ന സമയം പണിയില്ല. എന്ത് ഗുരുവായൂരാണ് വേറെ പണിയില്ല. ഈ ലോകം ചന്ദ്രനിൽ പോയിട്ട് ആൾക്കാരെ ഇറങ്ങി അവിടെ ചായ കുടിക്കും, ചൊവ്വയിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ചെയ്യും, നിങ്ങളുടെ കൂടെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞു ചൊവ്വയിൽ പോകുന്നുണ്ട്, വീടുകളിൽ പോകുന്നുണ്ട്. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞാണ് ശരി, അല്ലെങ്കിൽ ഡോക്ടർ ഹെഗ്ഡെ പറഞ്ഞാൽ ഞാൻ പറയും ചന്ദ്രനിലേക്ക് പോകുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്, വ്യാഴത്ത് പോകണം. പക്ഷേ ഇവിടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ നല്ല ആഹാരം കൊടുക്കാൻ പോലും പറ്റാത്ത 70 കോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. 70 കോടി ജനങ്ങൾക്കും ജനിക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നല്ല ആഹാരം കൊടുക്കാൻ പറ്റുന്നു.
നമ്മൾ ചന്ദ്രനിൽ പോയി ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് ഭാഗ്യമുള്ളവരെ ആദ്യം നമ്മൾ തീരും. ചന്ദ്രനിൽ ഇറങ്ങുന്നത് തെറ്റാണെന്നല്ലേ പറയണം. പോകണം, അതൊക്കെ ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് എന്താ നേടണം വെച്ചാൽ ഒന്നും അറിയില്ല. ചന്ദ്രനിൽ പോയി വന്നു, അവിടെ വെള്ളമുണ്ട്, ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണം, ഇങ്ങോട്ട് കിട്ടുമോ? ഇല്ല. പക്ഷെ ഒരു ടെക്നോളജി അവിടെ പോയി ഇറങ്ങി അതിന് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കണ്ണൂരിലെ ആൾക്കാരുടെ വിഷമം, ഈ ദേശത്തിന്റെ വിഷമം, ഇവിടെയുള്ള ഈ പറയുന്ന ഗതികേടുകൾ, നമുക്ക് ദാരിദ്ര്യം, നമുക്കുള്ള കടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്താൽ വിജയിക്കാത്ത, എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടാത്ത ഈ സൗകര്യം ഇല്ലാത്തതിന്റെ കാരണം കണ്ടെത്തി തിരുത്തണം. അതിന് ഈ മുമ്പ് പറഞ്ഞ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ പെട്ട് കിടക്കുന്ന എന്തെല്ലാം രീതിയിലുള്ള ആരാധനാ കർമ്മമുണ്ടോ അതെല്ലാം നമുക്ക് തലവേദന. ഇതാണ് നിങ്ങളെ മഹിമപ്പെടുത്താതെ താഴ്ത്തി നിർത്തുന്നത്. ഈ മഹിമയില്ലാതെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ മഹിമയുള്ള അമേരിക്കയ്ക്ക്, മഹിമയുള്ള പേർഷ്യയിലേക്ക്, മഹിമയുള്ള ജപ്പാനിലേക്ക് നിങ്ങൾ പോകും. എന്താ കാരണം? എനിക്കിവിടെ ഊർജ്ജ കുറവാണ്. അപ്പൊ ഇതിനെ തിരുത്താൻ വേണ്ടിയാണ് ഗുരു നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്നും ആശ്രമത്തിൽ വരണം. പല ആൾക്കാരും എന്നോട് പറഞ്ഞു, സ്വാമി ഞാൻ ഒക്ടോബർ മാസത്തിൽ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. സ്വാമിക്ക് മനസ്സിലാവാത്തതാണ്. ഇപ്പൊ ഏതാ മാസം? ഞാൻ പറയില്ല, അവിടെ ഇരിക്കുന്ന പലരോട് ഞാനൊന്നും ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഇവരുടെയൊക്കെ വീട്ടിൽ പോയതുകൊണ്ടാണ് ഞാൻ പറയും. ഇന്ന് വന്ന പല കുട്ടികളും പറഞ്ഞു, സ്വാമി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. വന്നിട്ട് 2.5 മാസമായി. ഇങ്ങനെ ഒരു ആശ്രമ പരിചയം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? E=mc² തെറ്റും. എനർജി ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അതാണ് ഗുരു പറഞ്ഞത്, ഊർജമുള്ളവർ അവരെ സാധുക്കൾ എന്നാണ് ഗുരു വിളിക്കുക. സാധു ഇരിക്കുന്ന ഇടം എല്ലാം കൊണ്ടും മഹിമയുള്ളതായി. ഭാഗ്യമുള്ള ഒരു 10 പേര് താമസിച്ചാൽ ആ ദേശത്ത് റോഡും വെള്ളവും സൗകര്യവും ഇലക്ട്രിസിറ്റിയും ഒക്കെ വരും. അപ്പൊ നമ്മുടെ ഭാഗ്യക്കേടുകൾ. എത്ര വർഷം കറണ്ട് പോയി ഇവിടെ? എത്ര വർഷം പോയി? എത്ര? ഇനി പോവും, പഠിക്കണ്ട, ഇനി പോവും. അത് അല്ല, നിന്റെ കുറവല്ലാട്ടത്, നമ്മുടെ ഈ രാജ്യത്തിന്റെ മൊത്തം കിടക്കുന്ന ഒരു കുറവിന്റെ തൂക്കഫലമാണത്. മനസ്സിലായി? ഒരിക്കലും ഇന്ത്യക്കാരും അമേരിക്കക്കാരും ചൈനക്കാരൊക്കെ സംസാരിച്ചതാവാം. അമേരിക്കക്കാരൻ പറഞ്ഞ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു ദിവസം പോലും കറണ്ട് പോയിട്ടില്ല. ചൈനക്കാരൻ പറഞ്ഞു അങ്ങനെയല്ല, 30 വർഷമായിട്ട് പോയിട്ടില്ല. ഇന്ത്യക്കാരൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു ദിവസം പോലും കറണ്ട് പോകാത്ത ദിവസമില്ല. വരുന്നത് തന്നെ ഭാഗ്യം. എന്താ കാരണം? മച്ചിലോട്ട് ഭഗവതിയും മച്ചില്ലാത്ത ഭഗവതിയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ. നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ആയി. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. റോഡില്ലെങ്കിലും കുഴപ്പം. ഞാൻ പോയ നമ്മുടെ ആശ്രമത്തിലെ വിശ്വാസികളുടെ റോഡുള്ള വീട് എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. റോഡ് സൈഡിൽ വീട് കിട്ടിയത് ഒരു വീട്ടിൽ പോയപ്പോൾ റോഡ് സൈഡിൽ നല്ല ഹൈബട പോലത്തെ വീട്. സന്തോഷമായി. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, നമുക്ക് സന്തോഷിക്കേണ്ട, ഇതാ കല്ല് കിടക്കേണ്ടത്, അടുത്ത റോഡ് പോകുന്നത് ഈ വീട് വരെ പോകണം, അതിന് പൈസ നല്ല ഡീഡി വന്നു കഴിഞ്ഞു. അത് അപ്പൊ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് എന്ത് വേണം? നല്ല റോഡ്, നല്ല വെള്ളം. നിങ്ങൾക്കറിയോ, ഒരു ശാന്തിഗിരി ആശ്രമത്തിന്റെ അടുത്ത് ഒരാൾ വീട് കിട്ടി, വെള്ളമില്ല. കുഴൽക്കിണർ കുഴിച്ചു, വെള്ളം വളരെ കുറച്ച്, അത് കലങ്ങിയ വെള്ളം. ഗുരു പറഞ്ഞു, നീ കുറച്ച് തീർത്ഥം, നിന്റെ ഭാഗ്യക്കുറവാണ്, നീ നിന്റെ ഈ ജീവനിൽ കിടക്കുന്ന ഗതികേടാണ് അതിന് കാണുന്നത്. നീ എന്ത് ചെയ്യണം? ഇവിടുന്ന് തീർത്ഥം കൊണ്ട് അതിന് ഒഴിക്കും. എന്നിട്ട് ദിവസവും എത്ര വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അതുകൂടെ കൊണ്ടുവന്ന് തീർത്ഥത്തിന് കൊടുക്കാം. അങ്ങനെ അദ്ദേഹം ദിവസം രാവിലെ 9-ന്റെ ആരാധനയാകുമ്പോൾ ചെറിയൊരു പാത്രത്തിൽ എന്തുകൊണ്ടുവരും? വെള്ളം കൊണ്ടുവരും. ഒരു 6 മാസം കഴിഞ്ഞ് ഇത്ര വലിയ പാത്രമായി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴോ പാത്രം വലുതാവുന്നത്. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ വലിയ പാത്രമായി പോയി. ഞാൻ അയാളുടെ വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞു, സ്വാമി ഇപ്പോൾ മോട്ടറൊക്കെ മാറ്റി, ഇപ്പം മറ്റേ മോട്ടറാക്കി, ഇതൊരു കംപ്രസറായിരുന്നു. ഇപ്പം എന്തായി? സബ്മേഴ്സ് മോട്ടറാണ്. 1 മണിക്കൂർ ഓടിയാൽ വെള്ളം തീരുന്നു. ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥന. ജനസേവിക വലത്ത് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നൊരു വീടാണ്. അത്ര ഞാൻ പറയുന്നത്. എന്താണ് ഇതിന്റെ കാരണം? അവരുടെ പ്രാർത്ഥനയും ജീവൻ ഉയർന്നു.
ജീവൻ അർത്ഥം കിട്ടി, അവര് മഹിമപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? വീട്ടിൽ നല്ല കുടിവെള്ളം കിട്ടും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഇതുപോലെ കരണ്ട് പോവും, വെള്ളം ഉണ്ടാവില്ല, റോഡ് ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ മിക്കവരുടെ അമ്മമാരുടെ താലിയും ചെയിനൊക്കെ എവിടെയാണ്? നമ്മുടെ സ്വർണ്ണമൊക്കെ എവിടെ ഇരിക്കണം? സുരക്ഷിതമായ ഒരു സ്ഥലത്തിരിക്കണം. എവിടെയാ? കോപ്പറേറ്റീവ് ബാങ്കിലാണ്. സത്യമല്ലേ? ഇതിനൊക്കെ കാരണം ഇതാണ് മനസ്സിലാക്കുക. ഇതിലൊന്നും പെടാതെ നിങ്ങളെ മഹിമപ്പെടുത്തി കൊണ്ടുപോകാനാണ് 2 ജന്മിമാരെയും ഉൾപ്പെടെ അയച്ചിട്ട് ഇവിടെ ഒരു ക്യാമ്പ് നടത്തി ഇവരിത് പറഞ്ഞ് മനസ്സിലാക്കണം. നൊണ്ടിക്കാലം ഒളിമ്പിക്സിൽ ഓടിയാൻ പറ്റില്ല. പോളിയോ പിടിച്ചിട്ടാണ് ഒളിമ്പിക്സിൽ ഓടി എന്ത് സംഭവിക്കും? ഒളിമ്പിക്സ് കഴിഞ്ഞാൽ നമ്മൾ ഓടിയത്തില്ല അല്ലെ? ഒളിമ്പിക്സ് സമാപന സമ്മേളനം കഴിഞ്ഞവർ പോയ ശേഷം നമ്മൾ ഓടിയത്തില്ല. എത്തോ എന്ന പോലെ നമ്മുടെ ജീവനില് അനേക ജന്മത്തിന്റെ പോളിയോ പിടിച്ച കർമ്മഗതി ഉള്ളതുകൊണ്ട് നമുക്ക് ഓടിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഗുരു പറഞ്ഞത്? പ്രാർത്ഥന ചെയ്യണം. വീട്ടിൽ ഒന്നിച്ച് ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന ചെയ്ത് കൂടണം. ഞായറാഴ്ചകൾ ദിവസങ്ങൾ ഹോളിഡേ ആണ്. അന്ന് എന്ത് ചെയ്യണം? എന്താ ഹോളിഡേ അർത്ഥം? ഗുരുമേമക്കാരോട് ഹോളിഡേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹിസ് ഹോളിനെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എൻ്റെ അർത്ഥം എന്താ? ഒഴിവുള്ള ദിവസമായ തിരുമേനി എന്നാണ് അർത്ഥം. പിന്നെന്താ? ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ദിവസവും അന്ന് നമുക്ക് നമ്മുടെ ജീവനെ ഉയർത്താൻ വേണ്ട ഒരു ദിവസവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കിടന്നു ഉറങ്ങി നമ്മുടെ വഴിക്ക് നമ്മുടെ ജീവിതം അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമുക്കൊന്നും പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങൾ വരും. ഒരു ടീച്ചറെ കുറ്റം പറയുന്നത്, ആ ടീച്ചർ ക്ലാസ് ഒന്നും എടുക്കുന്നത് ശരിയല്ല, അത് എന്താ എടുക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. ആരുടെ കുറ്റാരുടെ? നമ്മുടെ. ഇവിടെ ജീവന് ശേഷിത്വം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നില്ല? അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ തമാശ പോലെ പറയുന്നത്? ജപ്പാൻകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും ജർമ്മൻകാരൻ്റെയും ഇന്ത്യക്കാരൻ്റെയും ബുദ്ധി വിൽപ്പനയ്ക്ക് വെച്ചു. ഏറ്റവും വില കിട്ടുക ആരായിരിക്കും? ഗുരുമേമക്കാർ പറയും ഏറ്റവും വില കിട്ടുന്ന ഏതായിരിക്കും? ഇന്ത്യക്കാർ. എന്താ കാരണം? അത് ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെയൊക്കെ ബ്രെയിൻ ആണ് എൻഡി അന്നെങ്കിലും 1 ഗ്രാം ഫുഡടിക്കാന്നല്ലാത്ത വേറെ 1 ഗ്രാമും നമ്മുടെ ചിന്തയിൽ വന്നില്ല. അതുകൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതാനേ പറ്റുള്ളൂ. ഒരു കാര്യം നമ്മളെ കണ്ടുപിടിച്ചിട്ടില്ല. എന്തോ ഏതെങ്കിലും സാധനം ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാൻ പറ്റും. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമായിട്ടില്ല, നമ്മളെ ഇഡ്ഡലി കണ്ടുപിടിച്ച് അല്ലേ? പുട്ടുണ്ടാക്കുന്ന ഇതില് കുറ്റിയില്ല, അത് ആദ്യ ടെക്നോളജിയിൽ വർക്ക് ചെയ്യണം. നമ്മുടെ കാര്യത്തിലൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കണം. അതിനാണ് നിങ്ങളെ ഗുരു തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വേണം പുതിയ ഉണ്ടാവും. എന്നിട്ട് ലോകത്തിന്റെ ഈ സൗരയുദ്ധത്തിന്റെ കർമ്മശേഷിക്ക് അതുപോലത്തെ കണ്ടുപിടുത്തത്തിലൂടെ ഈ കർമ്മശേഷിത്തിന് എവിടെ വരണം? ഗുരുവിൽ നിന്ന് ശക്തിപ്പെടണം കേട്ടോ. അതിനു വേണ്ടിയാണ് ഇവിടെ ക്യാമ്പൊക്കെ വിളിച്ചു നോക്കുന്നത്. അല്ലാതെ നിങ്ങളിവിടെ വിളിച്ചിരിക്കണം ആ ജന്മിക്കുന്നതിന് ബുദ്ധിമുട്ട്. ആ ജന്മിക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ. എല്ലാവരും ഡോക്ടറേറ്റാണ്. ആ ജന്മി PhD എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 100 കൂടെ തിരക്കുണ്ട്. പക്ഷേ ഞങ്ങൾ നേടിയതുപോലെ നിങ്ങളും കൂടി ആവണമെന്ന് കാണിക്കാൻ അവർ വന്നു. അവർ നിങ്ങളെ പോലെ ന്യായങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ചകളൊന്ന് പ്രാർത്ഥിക്കും, ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് നോക്കും മതി. കാരണം എന്താ? 1400 ജീവൻ നന്നായി വർദ്ധിപ്പിക്കും. നമ്മുടെയിലോ മുത്തപ്പനും മറ്റവരൊക്കെ കയറിയിരിക്കുക ജാതിയും മതവുമായിട്ട് ഇതിനെ പൊട്ടിക്കാൻ. മനസ്സിലാവുന്ന? ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമയം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത പ്രോഗ്രാം 1:30 ഇല്ലേ? 1:45 15 മിനിറ്റ് കൂടുതൽ. അപ്പൊ എന്തായാലും ഈ സത്സംഗം മറ്റുള്ളവരോട് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന മതത്തിന്റെയും ജാതിയുടെയും പിന്നാലെ നിൽക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് അറിയോ? വൃത്തിപൂർവ്വം അറിയോ? ഇന്നലെയും വന്ന് എൻ്റെ അടുത്തൊരാൾ സ്വാമിയുടെ സത്സംഗം ഗംഭീരമാണ്. താങ്ക് യു. അതുകൊണ്ട് എൻ്റെ മകളുടെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോകണം. സ്വാമി പറഞ്ഞ പോലെ. എന്താണ് അതിനെ കുഴപ്പമില്ല. ബ്രാഹ്മണന്മാരും കണ്ടോ? നോക്കൂ സ്വാമി, താഴെ ആരും വേണ്ട, അറിയിക്കാറോ?
പ്രസാദം കൊടുത്തിട്ട് ഇറങ്ങിക്കോളന്നു. എന്താ കാര്യം? ജാതി ഇല്ലാന്നാക്കാൻ വേണ്ടി ഇല്ല, നമ്മൾ എന്താ ചെയ്യാ? ബുദ്ധിപൂർവ്വം കളിക്കരുത്. ഇതൊന്നുമല്ല ഗുരു പറഞ്ഞു. ഗുരു വിദ്യാഭ്യാസം നോക്കണ്ടാവുക, നിങ്ങൾ നിറം നോക്കരുത്, നിങ്ങൾ ജാതി നോക്കരുത്, ഞാൻ അവൻ്റെ ജീവനിൽ നോക്കിക്കൊണ്ടുവരാം. എന്താ കാരണം? ഞാൻ ജനിപ്പിക്കുമത് നല്ലവർ. ഒരിക്കൽ പാലക്കാടിൽ ഗുരു വന്ന സമയത്ത് അവിടെ ഒരു കല്യാണം നടത്താൻ നോക്കും. അപ്പൊ ഈ ജാതിപരമായ പ്രശ്നം കാരണം ഇവര് കിടന്ന് ഉഴക്കും. ഗുരുവിനാണെങ്കിൽ അത് നടത്താൻ വലിയ ആഗ്രഹം. നമുക്കറിയാലോ, ഗുരുവേ അവരുടെ അച്ഛൻ്റെ അവരെങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മാമ്മൻ്റെ മരുമകൻ്റെ തൊട്ട വീട്ടിലിരിക്കുന്ന രാമൻകുട്ടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറ് കല്യാണം മുടങ്ങാൻ വേണ്ടി. ഗുരുവിന് ദേഷ്യം വന്ന് ഇങ്ങനെ കൈ തിരിച്ചിട്ട് പറഞ്ഞു, എടാ നീയൊക്കെ അനുഭവിക്കും, നോക്കിക്കും. എൻ്റെ വാക്കനുസരിച്ചും എൻ്റെ ധർമ്മമനുസരിച്ച് ജാതിയും മതവും നോക്കാതെ കല്യാണം കഴിച്ച് ജനിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ എച്ചിൽ പാത്രം കഴുകാൻ നിൻ്റെയൊക്കെ മക്കൾ വരും. കണ്ടോ? അവർക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ എത്ര വലുതാണെന്ന് കണ്ടോ? അവൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കും, എവിടെ സൗരയൂഥങ്ങളുടെ അപ്പുറത്ത് നടക്കുന്ന കാര്യം. അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ കാര്യങ്ങളൊന്നാണ്. അത് പ്രകാശത്തേക്കാൾ വേഗതകളാണ്. അത് ഗംഭീരമാണെന്നാണ് ഗുരു പറഞ്ഞു. ജ്യോതിർമയ സ്വാമി കണ്ട കാര്യം അറിയോ നിങ്ങൾക്ക്? അറിയോ? ജ്യോതിർമയ സ്വാമി അറിയോ? അറിയില്ല. പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല അല്ലേ? ഇവർക്കൊന്നും അറിയില്ല. അദ്ദേഹം മലേഷ്യയിലൊരു HSBCയിലെ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിരിക്കുമ്പോൾ ഗുരുവിനെ കാണുന്നു. 1986-85 കാലം. അങ്ങനെ അദ്ദേഹം ഗുരുവിൻ്റെ ശിഷ്യനായി മാറി. വലിയ ഓഫീസറാണ്, പക്ഷെ ഗുരുവിനെ കാണാൻ പക്ഷെ ചില സംശയങ്ങളുണ്ട് അദ്ദേഹം. എന്താണ് സംശയം? ദൈവമാണെന്ന് പറയുന്ന ഗുരു കരണ്ടില്ല, അവിടെ മണ്ണെണ്ണ ഉണക്കലായിരിക്കും. മണ്ണെണ്ണ കാശില്ലാതെ പരിപൂർണ്ണ സമയം കൂടെ ദിവസം അല്ലേ? ഇതെന്തൊരു ഗുരുവാണ്, ഇതെന്ത് ദൈവമാണ്. ആകെ അദ്ദേഹത്തിൻ്റെ സംശയങ്ങളാണ് ദൈവത്തെ കുറിച്ച്. ഗുരു ഒരു ദിവസം പറഞ്ഞു, നീ ഒരു യാത്ര ചെയ്തിട്ടുള്ളൂ, അപ്പം നിനക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം യാത്രയ്ക്ക് പിന്നീട് ഇതുപോലെ സത്സംഗത്തിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾ ശാന്തിമയക്കാരും ഗുരുമയക്കാരൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് യാത്ര ചെയ്ത് പോയപ്പോൾ, അവധി യാത്ര പോയപ്പോൾ സേലത്ത് ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങി. അതൊരു ഇതാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയുക, ഈ റിസോർട്ട് പോലും അല്ല, ഈ പശുക്കളെയൊക്കെ വളർത്തുന്ന ഒരു കർഷകൻ്റെ, നമ്മളെ കളം എന്നൊക്കെ പറയും, എന്താ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല. തൊഴുത്തെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ കൃഷിക്കാരൻ്റെ വീട്ടിൽ എന്താ പറയുക, അവിടെ എല്ലാം ഉണ്ടോ, ഫാം അല്ലെങ്കിൽ ഫാം എന്ന് പറയും. അതാണ് കുറച്ച് നല്ലത്. ഒരു ഫാമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഒന്ന് ധ്യാനിക്കാനിരുന്നതാണ്. അപ്പൊ എൻ്റെ മുന്നിൽ കുറേ ആൾക്കാർ വരും. അവർ പ്രകാശത്തിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അവരുടെ ഈ ഷർട്ടൊക്കെ തുന്നിയിരിക്കുന്ന പ്രകാശം കൊണ്ടാണ്. ഈ ബട്ടണൊക്കെ പ്രകാശമാണ്. ഇങ്ങനെ ചുറ്റിട്ട ഫോട്ടോ അവരുടെ ലോകം കാണിച്ചു കൊടുക്കും. നമ്മളെ പോലെ കാറിലും ബസ്സിലൊന്നല്ല അവർ യാത്ര ചെയ്യണം. അവരെന്തിനാ യാത്ര ചെയ്യണം? പ്രകാശത്തിലാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ ബിൽഡിങ്ങൊക്കെ കെട്ടുന്നത് പ്രകാശം കൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ കിട്ടിയ ബിൽഡിങ്ങൊക്കെ 2 സെക്കൻഡ് കൊണ്ട് ഒരു കിട്ടുന്നത്. അതിവേഗതയിലാണ് എല്ലാ കാര്യം. അവരുടെ ട്രെയിനൊക്കെ കാണാം, ഫ്ലൈറ്റ് എല്ലാം അങ്ങനെ. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? ഏത് ലോകത്തെ ആൾക്കാരാണ്? ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നവരാണ്. 15,000 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ഞങ്ങളുടെ പ്രകാശം കുറഞ്ഞു വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ പ്രകാശം കുറയാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഞങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഏത് ടെക്നോളജിയും, അന്ന് സ്വാമി പറഞ്ഞാൽ ഈ വൈഫൈനെ കുറിച്ച്, ലൈഫൈ വരുന്നു. ഇപ്പൊ വൈഫൈ നിങ്ങൾ കണ്ടില്ല? വൈഫൈ ഇതിപ്പോ വേവ്സിലല്ലേ. ഇനി അടുത്ത് വരാൻ പോലെ ലൈഫൈകളാണ്. ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന വൈഫൈകളൊക്കെ വരും കേട്ടോ. അത് വരട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ഈ അവര് പോകുന്നത് കാസർഗോഡ് നിന്ന് കോഴിക്കോടിലേക്ക് അല്ല കണ്ണൂരിലേക്ക് വരണ അവർ സൗരയൂഥങ്ങൾ അപ്പുറത്താണ് പോയിട്ട് വരും. കാരണം അവർ പ്രകാശത്തിന്റെ വേഗതയിലാണ് യാത്ര ചെയ്യും. പക്ഷെ ഈ പ്രകാശം കുറഞ്ഞു വരുന്നു, ഒരു രക്ഷയും. എന്താ അതിന്റെ കാരണം എന്നറിയില്ല. അങ്ങനെ അവർ താമസിച്ചതും അവർ ജീവിച്ചുമായ ആൾക്കാരെല്ലാം കടലിന്റെ രീതിയിൽ പോയി, മൈനാകം എന്ന് പറയുന്ന രീതിയിൽ പോയി എന്നാണ് സംഭവം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ജനിക്കണം. എവിടെ? ഈ ഭൂമി. അപ്പൊ അദ്ദേഹം ഒന്ന് വിചാരിച്ച ജപ്പാനിലായിരിക്കും. കാരണം
അന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്ന രാജ്യം ജപ്പാനായിരുന്നു. ഇപ്പോഴല്ല, ഞാൻ പറയുന്നത് 87. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ജപ്പാനിലാണോ ജനിക്കാൻ? അല്ല, ഞങ്ങൾക്ക് പ്രകാശം തരാൻ കഴിയുന്ന അതീവ സത്യപ്രകാശമായ ഒരു സത്യവിശേഷമേ ഉള്ളൂ, അത് നിന്റെ ഗുരുവാണ്. നീ ഗുരുവിനോട് പറയണം ഞങ്ങളെ ജനിപ്പിക്കണം. എന്താ പറഞ്ഞത്? പ്രകാശത്തിന്റെ വേഗതയിൽ പോകുന്ന ആൾക്കാർക്ക് ജനിക്കേണ്ടത് എവിടെയാ? ശാന്തിഗിരിയിലെ ഗുരുമഹിമയിലുള്ള ആൾക്കാരിലൂടെ. അവരുടെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 3 ലക്ഷം km/h അവരുടെ ഒരു യാത്രയിൽ. അവരുടെ എല്ലാ ടെക്നോളജി അങ്ങനത്തെ. ഇത് പറഞ്ഞു, ഇതിന്റെ കാര്യവും കാരണവും ഗുരുവിനറിയാം. ഞാൻ പറയണം, അവിടുന്ന് പെട്ടിയെടുത്തിട്ട് ഞാനൊരു വിടല് വിട്ടു. കാരണം ഇതൊക്കെ കണ്ടിട്ട് ആകെ വിറച്ചിട്ടാണ് വരുന്നത്. അവിടുന്ന് സേലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ധ്യാനമടത്ത് നിന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി ഓട്ടിപ്പോയി ഗുരുവിൻ്റെ അടുത്ത്. അതിരാവിലെ എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യബുദ്ധിയും ഇതുപോലെ ജന്മിമാർക്ക് ഇരുന്ന് ഞാൻ ഒന്ന് ധ്യാനിക്കും. ഇപ്പം എന്താ കിട്ടിയത് ഗുരുവിനോട് പറയണം. ഈ സമയത്ത് ഇദ്ദേഹം കാലിൽ പോയി വീണു ഗുരുവിനോട് കണ്ടതൊക്കെ പറഞ്ഞു. ഗുരു അതിന് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നു. അപ്പോൾ ഗുരുവി എന്താണ് ചോദിച്ചപ്പോൾ, എടാ പ്രകാശത്തിന് യാത്ര ചെയ്യണമെങ്കിൽ മാധ്യമം മീഡിയ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? പ്രകാശ യാത്ര ചെയ്യോ? ഇല്ല. നമ്മുടെ വഴി അതല്ലടാ, അങ്ങ് നോക്കുക. അപ്പോൾ 3 ജന്യമാരെ അവിടെ ഇരുന്നിട്ട് സങ്കല്പം ചെയ്യും. ഇതിൻ്റെ വേഗത എത്ര നിങ്ങൾക്ക് അറിയോ? ഏതിൻ്റെ വേഗത? സങ്കല്പത്തിൻ്റെ. അത് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി. അങ്ങനെയുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ സ്വാമി പറയണ എല്ലാം പോയി, കണ്ടതും പോയി, പിടിച്ചത് അതിനേക്കാളും വലുതാണ്, അല്ലേ? അപ്പോ നമ്മുടെ ഗുരു നമ്മളിൽ ആലോചിക്കുന്നത്, നമ്മളിൽ പ്രവർത്തിച്ചെടുക്കാനും തോന്നുന്ന, പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം എത്ര വലുതാ? അത് സങ്കല്പങ്ങളുടെ അതിശക്തമായ ഒരു കർമ്മമാണ്. അതിനാരും റെഡിയാവണം. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് എൻട്രൻസ് വേണം, എനിക്ക് എന്ത് വേണം? ഓർത്തോപഡിയിലെ ആ ഡോക്ടർ എടുത്തിരുന്ന് കിടക്കിടകൾ അടിക്കുന്ന ജോലി കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഒരു 6 മാസത്തെ കോഴ്സ്. ഇവിടെ ഗുരു പറഞ്ഞത് എന്താ? സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി നിങ്ങൾ പോയി വരണം, അല്ലേ? ഞാനൊരു എപ്പോഴും ഇവിടെ കഥ പറയാറില്ല. ഗുരുവിന്റെ മുന്നിൽ ഒരിക്കൽ ഒരു കുരങ്ങൻ വന്നു, അല്ലേ? കുരങ്ങനെ ഗുരു എന്ത് ചെയ്തു? കുറച്ച് പണം കൊടുത്തു. ഇപ്പുറത്ത് ഗുരു കുറേ പൈസ വെച്ചു. ഒരു 10 ഏക്കറ എന്ത് വാങ്ങി? നീ വാഴത്തോട്ടം വാങ്ങിക്കും, നിങ്ങളുടെ വരണ്ടല്ലോ. കുരങ്ങനെ ഏതേ എടുക്കുള്ളൂ? നമ്മളൊക്കെ കുരങ്ങന്മാരാണ്. ദൈവം നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ചെറിയ കാര്യം എനിക്ക് നന്നാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അല്ലാത്ത മഹിമപ്പെടുന്ന ചെറുപ്പക്കാരിയാണ് ആരാന്ന് വിളിക്കുക? ഗുരുമഹിമക്കാരെന്ന് വിളിക്കുക. നിങ്ങൾ എന്തെടുക്കണം? അവിടെ വെക്കണം. എന്ത് ചെയ്യണം? ഗുരു തന്നിട്ടുള്ള സങ്കല്പം എടുക്കണം. എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ അത് കൊടുക്കണം. എന്ത് ചെയ്യണം? ഈ സൗരയുദ്ധത്തിന്റെ സകല കർമ്മശേഷിത്വവും നിങ്ങളുടെ സങ്കല്പത്തിൽ ഉണ്ടാക്കണം. വേണ്ടേ? 10ാം ക്ലാസ്സിലെ കിടക്കാൻ എന്താ ബുദ്ധിമുട്ടിരിക്കുള്ള സ്വാമി വന്നിട്ട് ഈ സങ്കല്പം അല്ല, നമുക്ക് സാധിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം. ഇത് നിങ്ങളുടെ അമ്മമാർക്കും കൂടി ചേർത്തി പറഞ്ഞു. ഭാഗ്യമുള്ള മക്കൾ അവരുണ്ടായാലേ അമ്മമാർക്ക് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള ജാതിപരമായി ജാതകം നോക്കിയിട്ടൊക്കെ കല്യാണം കഴിച്ചതിൻ്റെ ഫലമാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട്, അവർ കഷ്ടപ്പെടുന്ന അതിന് മുമ്പ് ചെയ്തുകൊണ്ട്, അങ്ങനെ 7 തലമുറയുടെ ഒരു വലിയൊരു ഗതികേട് നമ്മളെല്ലാവരും ഒരു ബ്ലഡിന്റെ സെല്ലെടുത്ത് നമുക്ക് കിട്ടും. ഇന്ന് സയൻസ് അവിടെ എത്തിയിരിക്കുക. അപ്പം ആ കർമ്മഗതി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമയം വളരെയധികമായി. അതുകൊണ്ട് നിങ്ങൾ അമ്മമാർ, പ്രത്യേകിച്ച് എനിക്ക് അച്ഛനമ്മമാരോടെ പറയാനുള്ളൂ, നിങ്ങളുടെ മക്കളെ ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം ഇവിടെ കൊണ്ടുവരണം. ആശ്രമത്തിൽ കൊണ്ടുവരണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അവരെല്ലാവരും 6 മണിക്ക് തന്നെ എണീച്ചു തുടങ്ങും. ഇപ്പം 9 മണിക്കെന്നാണ്.
ഒരു കൊല്ലം കൊണ്ട് അവർ 7 മണിക്കാവും, അടുത്തൊരു കൊല്ലം കൊണ്ട് അവർ 6 മണിക്കാവും. അവർ ആശ്രമവുമായി ബന്ധം കഴിയുന്നത് ബുധനാഴ്ച ദിവസം ഇവിടെ കൊണ്ട് നിർത്തുക. പൂർവ്വസ്ഥയ്ക്ക് അങ്ങനെ തോന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ മാറ്റം ഉണ്ടായില്ല, ഒരിഞ്ഞ കരച്ചിലായി. ഞാൻ ആശ്രമത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ നിന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവിടെ പലതും നേടാണ്. പിന്നാലെ കണ്ണടിപ്പിരിക്കേണ്ടി കുറേ പേര് ഇപ്പൊ നിൽക്കാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരായിട്ട് എടുക്കാം. ഇത് എങ്ങനെയാണ് അവരെ രക്ഷിക്കണം നിങ്ങൾക്ക് പഠിക്കാം. ഇതൊരു സയൻസിനും തെളിയിക്കാൻ പറ്റാത്ത അതിശക്തമായ കാര്യങ്ങൾ. ഇത് കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാവാത്ത, പഠിക്കാൻ നിങ്ങൾക്ക് തലയിൽ കയറാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് എഴുതി പഠിക്കും. എപ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടമുള്ള മാത്തമാറ്റിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, അല്ലെങ്കിൽ മലയാളമാണോ, എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക് നിങ്ങളൊരു പേജ് ഒരുപാട് എഴുതി പഠിക്കും. നിങ്ങൾ ജീവിതത്തിൽ നിത്യവും ചെയ്യേണ്ട കാര്യമാണ്. കടം കയറി നാളെ വീട് ജപ്തി എന്നുള്ള അവൻ്റെ അടുത്ത് ഗുരു പറഞ്ഞത്, എടാ നീ ഇവിടെ 2 ആരാധന പോകും, ബാക്കി ഞാൻ നോക്കിക്കോളാം. ജപ്തി വന്ന് നാളെ സീരടിക്കുന്നുള്ള അവനോട് ഗുരു പറഞ്ഞു, നീ വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ ഇരിക്കുള്ളൂ. ഞാനിത് ഗുരു ഇതെങ്ങനെ ശരി, എടാ അവനെ കർമ്മഗതിയുടെ ആ ജപ്തി വന്നു, അവൻ അവിടുന്ന് മാറിയ ജപ്തി മാറിപ്പോകുമ്പോ മാറിപ്പോയി. നമ്മളെ കൊണ്ടാണ് ചിലപ്പോൾ ആ വീട്ടിൽ ആ ഗതികേടുണ്ടാവുക. നമ്മളാണ് ആ ജപ്തി കൊണ്ടുവന്നാണ്. ഗുരു എന്ത് ചെയ്യും, ഞാൻ താങ്ങിക്കോളാം നീ ഇവിടെ ഇരിക്കുന്നത്. ഗുരുവിന് ജപ്തി നോട്ടീസ് വരും. എവിടെ, ഏതെങ്കിലും കടത്തിന്റെ ജപ്തി. ഗുരു അറിയില്ല ആര് കൊണ്ടുവന്നാ, ഇതിനും കൊണ്ടുവന്നതാണ്. ഞാൻ സഹിച്ചോ, എനിക്ക് സാധിക്കും. അങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ ഞാൻ അടുത്ത ഞായറാഴ്ച പറഞ്ഞുതരാം. അങ്ങനെ എത്രയോ പേര് കഷ്ടപ്പെട്ട് വീട്ടിൽ അവർ നിർത്തി അടിയുണ്ടാകുന്ന ആൾക്കാരെ ഗുരു കൊണ്ടു ആശ്രമം കൊടുത്തു. എന്നിട്ട് ഗുരു സഹിക്കുന്നു. എത്ര പശുക്കൾ മരിച്ചിട്ടുണ്ട്, എത്ര കൃഷി നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഗുരു ഒന്നും മുന്നില്ല, എടാ നിൽക്കട്ടെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. അതുകൊണ്ട് ഗുരുവേക്കാർക്ക് ഇത് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, ആശ്രമവുമായി ചേർന്ന് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ 1 മില്ലിഗ്രാം താഴെ ചോദിച്ചു നോക്കും. ഇവരൊക്കെ ആശ്രമത്തിൽ വന്ന് നിൽക്കുന്നവർ അവരച്ഛനമ്മയുടെ കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഘട്ടമായി വരുന്നു പോയാൽ പിന്നെ പോകുന്ന റോക്കറ്റിനെ സ്പീഡാണ് കേട്ടോ. അതുകൊണ്ട് ആശ്രമവുമായി നിങ്ങൾ ധൈര്യത്തോടെ നിന്നുകൂടാ. ആശ്രമം പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ കർമ്മഗതി അഴിക്കാനുള്ള ശ്രമമാണ്. അതിന് നിങ്ങൾ തയ്യാറാണ്. പ്രത്യേകിച്ച് അച്ഛനമ്മമാർ. നിങ്ങൾ വിചാരിച്ചാലൊന്നും ഒരു എൻട്രൻസ് കിട്ടിയിട്ട് കാര്യമില്ല. ഇനി അവൻ MBBS MD FRCS ഒക്കെ എടുത്തോട്ടെ, മരുന്ന് കൊടുത്ത് അപ്പോൾ ആള് ചത്തന്തി ഡോക്ടറാണ്, വലിയ കുറേ ഉണ്ട്. അയാളെ പേരിനേക്കാളും വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ രോഗിയെ ഒന്ന് നോക്കിയാൽ മതി, രോഗി ചത്തു. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജീവന് ശേഷിട്ടുള്ളവരും മഹിമപ്പെട്ടവരും അങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കാനാണ് ശാന്തിയിൽ നിങ്ങളോട് പറയുന്നത്. കുറേ കാര്യങ്ങളുണ്ട്, അടുത്ത ഞായറാഴ്ച നമുക്ക് പഠിക്കാം. ഇന്ന് കുട്ടികളെയും കൂടി ചേർത്ത് സംസാരിക്കാം കേട്ടോ. ഇനി വല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ചോദിച്ചാൽ മതി. ഇപ്പം എല്ലാം കൂടി ചോദിച്ചാൽ കുട്ടികൾ വിശന്നിരിക്കുകയാണ്. അവരിപ്പോൾ തന്നെ പ്രാർത്ഥനയിലാണ്. എന്താണ് എപ്പോഴൊന്ന് നിർത്തി കിട്ടുക, സംശയം ചോദിച്ചപ്പോൾ തന്നെ അവർ ചോദിച്ചു അല്ലേ, എന്താ ചോദിച്ചത്, എപ്പോഴാണ് നിർത്തുക സ്വാമി, ഭക്ഷണമൊക്കെ ഉണ്ട്, നല്ല തൈരസാദം എന്തൊക്കെ പായസമൊക്കെ ഉണ്ട് പറഞ്ഞു, അത് കഴിക്കുന്നുണ്ട് കേട്ടോ, അത് കഴിച്ചു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ പരമകാരുണ്യമായ ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട് സദ്ഗുരുവേശം. അടുത്തതായി നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിൽ ഉന്നത വിജയം നേടിയ കാർത്തിക രാജന് വള്ളിയൂർ ബ്രാഞ്ചിന്റെ ഗുരുമഹിമയുടെ പേരിൽ സ്നേഹോപഹാരം നൽകുന്നതിനായി സമാധാന സ്വാമി വന്ദനരൂപ ജ്ഞാന തപസ്യയെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങിക്കാനായി കാർത്തിക രാജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.